ഒരു ക്രീമി ചീസി ചിക്കൻ ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കിയാലോ നമുക്ക്. ഈ സൂപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു സ്പൂൺ കുടിക്കുമ്പോൾ തോന്നേ ഒന്നും കൂടെ കുടിക്കണമെന്ന്. അപ്പം എന്തെയും ഒന്നുകൂടെ കുടിക്കും. അപ്പം തോന്നുന്നു ഒന്നും കൂടെ കുടിച്ചാലോന്ന്. അതായത് ഉണ്ടാക്കലും സർവേലും കൂടെ ഒരുമിച്ച് നടത്തില്ലെങ്കിൽ ഈ സൂപ്പ് മുഴുവൻ നമ്മളുടെ വയറ്റിൽ തന്നെ എത്തുന്നുള്ള കാര്യം ഉറപ്പാട്ടാ. അപ്പം നമ്മളുടെ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ചിക്കനിലോട്ട് ഉപ്പും കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ചധികം വെള്ളത്തോട് ചേർത്തിട്ട് കുക്കറിലാട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഒരു പാനിലോട്ട് ഒരു ഇത്തിരി ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നല്ല പൊടിയായിട്ട് എറിഞ്ഞ് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയും പൊടിയായിട്ട് എറിഞ്ഞ് ഒരു പകുതി സവാള ഇട്ടിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയും പൊടിയായിട്ട് എറിഞ്ഞ് ഒരു പകുതി ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്വീറ്റ് കോൺ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൂട്ടിക്കോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഓൾറെഡി ചെറുതാക്കി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തിരിക്കുന്ന ബ്രോക്കോളി ആട്ടാ അതും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറില്ലേ, അത് വരട്ടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പോളം വേറെ വെള്ളം അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ നല്ല നൈസായിട്ട് പിച്ചി കീറി എടുത്തിട്ട് അതും കൂടെ ഇട്ടു ഇതിൻ്റെ അകത്തേക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ചേർത്തോളൂ കേട്ടാ. ഇനി ഇതൊന്നും കൂടെ അവിടെ കിടന്ന് തിളക്കട്ടെ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഒരു ഇത്തിരി മൊസറല്ല ചീസും പിന്നെ സെല്ലറിയുടെ തണ്ടുണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടാ. പിന്നെ ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് ഒന്നും കൂടെ നേരം മിക്സ് ചെയ്തോ. മല്ലിയിലൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ. കുറച്ച് എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ അല്ലേ. ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മസ്റ്റ് കൂടി ചേർന്നിട്ടുള്ള ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ആ പുട്ടിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നില്ല, അതേപോലെ അയച്ചു തരണേ.